ഇന്നത്തെ ജനറേഷൻ ആർ അമേസിങ്. ആ രീതിയിൽ അവർക്ക് ഈക്വാലിറ്റി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടുപേരും ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് ആണെന്ന് അറിയാം. സോ ദേ ട്രസ്റ്റ് ഈച്ച് അതർ, ദേ ഗിവ് ദാറ്റ് ഫ്രീഡം ടു ഈച്ച് അതർ. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതാണ് വേണ്ടത്. സോ ദാറ്റ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരാൾ ലൈഫിലേക്ക് ഇനി വരാൻ എന്റെ സാധ്യതയുണ്ട്. അമ്മ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ അത് വയസ്സും പ്രശ്നമല്ല. അങ്ങനെ ഒരാൾ ലൈഫിലേക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് എന്താന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ലൈഫിന്റെ 2 ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡാൻസ്. ഐ എം ഗോയിങ് ടു റീസ്റ്റാർട്ട് മൈ ഡാൻസ് ചെയ്യണം. കുറേ കൂടെ സ്റ്റുഡൻസ് വെച്ചിട്ട് ഐ വോണ്ട് ടു ടൂർ ദ വേൾഡ്. സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് അതൊരു ആഗ്രഹമാണ്. ആ എൻ്റെ മൈൻഡിലുള്ള എൻ്റെ സ്നേഹം എല്ലാം എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കണം. ആൻഡ് ഡാൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് അതൊക്കെ കൊടുക്കണം. സോ ഐ എം ബേസിക്കലി ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ മനസ്സിൽ ഇപ്പോഴും സ്നേഹം ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. റൊമാൻസ് അല്ല. റൊമാൻസ് എന്ന് പറഞ്ഞാലും ഈ റൊമാൻസ് ക്യാൻ ബി ഇൻ ഡിഫറെന്റ് വേസ്. നമുക്ക് ഈ ഒരു റൊമാൻസ് മാത്രമല്ലല്ലോ ജീവിതത്തിൽ. അപ്പൊ എനിക്ക് ഇന്നും ഒരു കൊച്ചുകുട്ടിയൊക്കെ കാണുമ്പോൾ അവര് അട്രാക്റ്റഡ് ആവും എൻ്റെ അടുത്ത്. ഡെഫിനറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഞാൻ അവര് അട്രാക്ട് ചെയ്യും. കാരണം അവർ എൻ്റെ അടുത്ത് ഐ ലൈക്ക് ടു ടോക്ക് ടു ദം. അപ്പൊ ഇതൊക്കെ സ്നേഹമല്ലേ? ഇതൊക്കെ നമ്മുടെ റൊമാൻസ് അതൊക്കെയാണ് പിള്ളേരെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം യങ്ങർ ക്രൗഡിനോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നു, അത്രത്തോളം യു വിൽ ഫീൽ യങ്. നമ്മൾക്ക് മുരടിച്ചു പോയില്ല എന്ന് പറയില്ലേ, ഒന്നും ചെയ്യാനില്ല. ആ ആറ്റിറ്റ്യൂഡ് വരരുത് എന്ന് മാക്സിമം ഞാൻ നോക്കാറുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ചേച്ചിയോട് ഇന്റർവ്യൂവിന് മുന്നേ സംസാരിച്ചപ്പോഴും UK-ലായിരുന്ന സമയത്ത്, US-ലായിരുന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്കായിരുന്നു. മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കാണ്. ഇവിടെ വന്നപ്പോഴും കൂടെ ഒരു ചേച്ചി ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ്. അപ്പൊ ആ ഒറ്റപ്പെടലിനൊരു മാറ്റം വേണമെന്ന് ചിന്തയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതന്നെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇല്ലേ ഇപ്പോ. അപ്പൊ ഒറ്റപ്പെടൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരെ എന്നെ ചിന്തിക്കാൻ പോലും സമയം തരാറില്ലല്ലോ ഇപ്പൊ. ഫുൾ ടൈം ദേ ആർ ഓൾ വിത്ത് മീ. അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നെ വിളിക്കും. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. SK ആന്റി എന്നാണ് വിളിക്കുക. ഇവരെല്ലാവരും എന്നെ SK എന്നാണ് വിളിക്കുക. അതായത് ചേച്ചി ആന്റി അങ്ങനെയൊക്കെ പറയൂല. അപ്പൊ SK ആന്റി പിള്ളേരെ വിളിക്കുന്നത്. അപ്പൊ അവര് എന്നെ അത്രയ്ക്ക് സ്നേഹം കൊടുക്കും. അപ്പൊ എന്റെ പിള്ളേര് ഞാൻ ഡെയിലി സംസാരിക്കും അവരോട്. അപ്പൊ ഇവരെല്ലാവരും ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും ആന്റി ഇപ്പോ വാ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരും. എന്നിട്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലും ആഹാരം കൊണ്ട് കഴിക്കുക, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. വി ഗോ ഫോർ എ ട്രിപ്പ്. അവരുടെ ഒരു ലാസ്റ്റ് ഇയർ ഓൾസോ വി വെന്റ് ടു ബാങ്കോക്ക്. ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ടാണ് പോയിട്ട് വന്നത്. സോ അങ്ങനെ ഒരു സോഷ്യലൈസിങ്, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉള്ള സമയം വരെ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് ദാറ്റ് ഫീലിംഗ് ഓഫ് ഇനി സിംഗിൾ ആയിട്ട് തുടരാം എന്നുള്ളതാണ്. ഫോർ നൗ എനിക്ക് അറിയാം അതേ പറ്റുള്ളൂ നമ്മുടെ ലൈഫിന്റെ. ഇപ്പൊ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് എൽസ്. എനിക്ക് എൻ്റെ ഇതെല്ലാം തന്നെയാണ് എൻ്റെ റൊമാൻസ്, എൻ്റെ ലൈഫ്, എൻ്റെ ഡാൻസ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ അൾട്ടിമേറ്റ് എയിം. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് മിക്ക മെലഡി സോങ്സ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഇൻഫാക്ട് ഈവൻ ഇംഗ്ലീഷ് സോങ്സും ഞാൻ കേൾക്കും. സോ ഇൻഫാക്ട് ലേറ്റസ്റ്റ് ഞാൻ പഴയ പാട്ടാണെങ്കിലും ഈ ബ്രെന്റ് മോർഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗർ ഉണ്ട്. പുള്ളിയുടെ ഒരു അമേരിക്കൻ ബ്യൂട്ടിഫുൾ സോൾ എന്നൊരു പാട്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമ്പോ ഒരു തമിഴ് മലയാളം സോങ് കേൾക്കുകയാണെങ്കിൽ എനിക്ക് കൃഷ്ണന്റെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ റൊമാൻസ് മൈൻഡിൽ. കാരണം എനിക്ക് കണ്ണൻ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാമാണ്. എനിക്ക് എന്റെ ഇൻഫാക്ട് അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഹൗസ് വാമിങ്ങിന് എന്റെ വീട്ടിനകത്ത് കയറുമ്പോൾ ഒരു കുഞ്ഞിയൊരു കണ്ണനുണ്ട് എന്റെ അടുത്ത്, കൃഷ്ണന്റെ. അത് എന്റെ മക്കള് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ അവര് എന്റെ കൂടെ ഹൗസ് വാമിങ്ങിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അവരെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ കൃഷ്ണന്റെ എന്റെ കയ്യിൽ വെച്ചിട്ടാണ് വിളക്കും പിടിച്ചിട്ട് ഞാൻ വീട്ടിനകത്ത് കയറുന്നത്. സോ അപ്പൊ എനിക്ക് കൃഷ്ണന്റെ പല ഭജൻസ് ആയാലും ഏത് പാട്ട്, ഇപ്പൊ മീരാ ഭജൻസ് ഒക്കെ കുറെ ഉണ്ടാവും. അത് വേണമെങ്കിൽ ഞാൻ ഒരു ലൈൻ പാടാം. That is what gives me that peace. പ്യാരേ दर्शन दीजो तुम बिन राख्यो न നമ്മളിപ്പം അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ട സമയത്താണ് ഈ ഇൻ്റർവ്യൂ വരെ എത്താനായിട്ടുള്ള കാരണം അതാണ് ആയത്. അമ്മ അസോസിയേഷനായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് അത്തരം അസോസിയേഷൻ്റെ സൗഹൃദങ്ങളെ കാണുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈഫ് മെമ്പറാണ് ഞാൻ. അമ്മ അസോസിയേഷൻ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ അതിൻ്റെ ഒരു മെമ്പറാണ്, ലൈഫ് മെമ്പറാണ്. സോ നാച്ചുറലി അന്നത്തെ അമ്മ അസോസിയേഷൻ എങ്ങനെ ആയിരുന്നോ
അന്നത്തെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് വരെ അത് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്സ്. അപ്പൊ ഓഫ് കോഴ്സ് ഒത്തിരി പേരില്ല. അപ്പൊ മുരളിച്ചേട്ടനൊക്കെയാണ് അമ്മ പേരിട്ടതും ഒക്കെ. മുരളിച്ചേട്ടനുമായിട്ടൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഒക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ട് അതിലൊരു കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ അമ്മ അസോസിയേഷന്റെ ഒരു ഭാഗമാണെന്ന് പറയാൻ ഒരു സന്തോഷമുണ്ട്. പിന്നെ കാരണം ചുമ്മാ നമ്മളൊരു പടത്തിൽ വന്നു അഭിനയിക്കുന്നു പോകുന്നു എന്ന് മാത്രമല്ലാതെ നമുക്ക് ഒരു കുടുംബം ഉണ്ട് എന്നൊരു ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. സോ അതുകൊണ്ട് ഇലക്ഷൻ ഒക്കെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ചേച്ചിയുടെ ഒരു ആഗ്രഹം ആരൊക്കെ മുൻനിരയിലേക്ക് എത്തണം എന്നുള്ളത്? സത്യം പറഞ്ഞ പോളിറ്റിക്സ് ബേസിക്കലി ഞാൻ എഗൻസ്റ്റ് ആണ്. എഗൻസ്റ്റ് മീൻസ് എനിക്ക് അതിനെക്കുറിച്ച് ABC അറിയില്ല. പിന്നെ അമ്മ അസോസിയേഷന്റെ എന്നോടും പറഞ്ഞിട്ടുണ്ട് കുറെ പേരിങ്ങനെ നിൽക്കണം എന്നൊക്കെ. ബട്ട് ഐ ബേസിക്കലി അതിനൊരു മത്സരിക്കാനൊക്കെ. അപ്പൊ ഞാൻ അത് എനിക്ക് അതിനെക്കുറിച്ച് എന്നും അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ എന്റർപ്രൈസിങ്ങും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് നിൽക്കാനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ വരും, എനിക്ക് എല്ലാവരും കാണണം, ഇഷ്ടമാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ വി നോ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക, നമ്മൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. പഴയ ആൾക്കാരെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നേതൃത്വ നിരയിലേക്ക് ആരെങ്കിലും വരണം ചേച്ചിയുടെ ഒരു ആഗ്രഹത്തിൽ ഇന്ന ആള് വന്നാൽ കൊള്ളാം? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നോ, ഐ ജസ്റ്റ് നോ ഇപ്പോ ഫോർ നൗ മോഹൻലാൽ ബീങ് എ പ്രസിഡന്റ് ഈസ് പെർഫെക്റ്റ് ആക്ട്. അതാണ്. ഞാൻ വേറെ എനിക്ക് ആരെക്കുറിച്ചും അങ്ങനെ കൂടുതൽ എനിക്ക് അവരുടെ ഈ വർക്കിങ്സ് ഒന്നും അറിയാം. ഇനിയിപ്പോൾ എറണാകുളത്ത് വന്നതുകൊണ്ട് മേ ബി കുറേം കൂടി നമ്മൾ കുറച്ചും കൂടെ മേ ബി വി ക്യാൻ ഗെറ്റ് ഇൻവോൾവ്. അതല്ലാതെ ഞാൻ പറയാണ്, അതല്ലാതെ നത്തിങ് മച്ച്. ഇപ്പം ഇടയ്ക്ക് കേട്ട ന്യൂസുകളിൽ ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു, അതിൽ കുറേ സംസാരങ്ങൾ ഉണ്ടാവുന്നു, അതിൽ കുറേ പേര് ലെഫ്റ്റ് ആവുന്നു, അങ്ങനെയൊക്കെ കുറേ ന്യൂസസ് വരുന്നുണ്ട്. ചേച്ചി അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പർ ആണോ? അങ്ങനത്തെ സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ഇൻവോൾവ് ആവാറില്ല. ഇല്ല. പിന്നെ ഇടയ്ക്ക് കണ്ട് ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ മീൻസ് രാഷ്ട്രീയം പറയാ അല്ലെങ്കിൽ ജാതി പറയാ, അങ്ങനത്തെ സംസാരം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. നമ്മുടെ മെയിൻ പോളിറ്റിക്സ്, നമ്മുടെ ലോകത്ത് നടക്കുന്ന പോളിറ്റിക്സ് പോലും ഞാൻ അധികം കാണാറുമില്ല, കേൾക്കാറുമില്ല. സോ അതുകൊണ്ട് എനിക്ക് ബേസിക്കലി ഇലക്ഷന് ഇതൊന്നും എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ, ഐ ഡോണ്ട് റിയലൈസ് വാട്ട് ഇറ്റ് ഇസ്. അതുകൊണ്ട് ഐ കീപ്പ് അവേ. ഇല്ല, അത്തരം കാര്യം ഗ്രൂപ്പുകളിലൊന്നും ഇല്ല. അപ്പൊ മത്സരിക്കാൻ തീരുമാനം ഉണ്ടോ നിലവിൽ ഇപ്പൊ? ഇല്ല, ഞാനായിട്ടൊന്നും അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഇരിക്കുന്നതാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ലാലേട്ടനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരസ്യമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ചേച്ചി അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നോ? കണ്ടു. എന്ത് തോന്നി കണ്ടതിന് ശേഷം? അതിനെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നാച്ചുറലി ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇതെന്താ അത് മോഹൻലാലിനെ വെച്ചിട്ട് ഒരു പരസ്യം ഇങ്ങനെ ജുവലറി ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിലെ മലബാർ ഗോൾഡിന്റെ ഒക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ വല്ല ആയിരിക്കും എന്നൊക്കെ ഐ ജസ്റ്റ് സോ ഇറ്റ്. അത് കണ്ടപ്പോഴാണ് ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. പക്ഷെ ഞാനൊക്കെ പണ്ട് മുതൽ ലാലിന്, അതായത് ഇൻട്രൊഡക്ഷൻ സമയത്ത് എന്ന് പറയാം, ഞാനും ലാലും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രി വന്നവരാണ്. അപ്പൊ അന്നൊക്കെ വളരെയധികം ഷൈയും ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ. സ്ക്രീനിന്റെ മുമ്പിൽ കാണുന്ന മോഹൻലാലേ അല്ല നമ്മുടെ ബാക്ക് സ്ക്രീനിൽ, ഐ മീൻ ബിഹൈൻഡ് ദ ക്യാമറ. വളരെ ഷൈ ആണ്, അധികമൊന്നും ആരോടും സംസാരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ആ ഒരു ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ മോഹൻലാലാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് വിത്ത് ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൈഡ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അന്നും ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ എന്ന ഒരു ആക്ടറിന് നമ്മൾ നേരിട്ട് അഭിനയിക്കുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എത്ര ഈസി ആയിട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് പോയി എന്ന്. അപ്പോൾ നമ്മളും അഭിനയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, നമ്മുടെ അഭിനയമൊക്കെ ഫുഫ് എന്ന് പറഞ്ഞ് പോകുന്നതാണ് മോഹൻലാലിന്റെ അഭിനയത്തിന് മുമ്പ്. ബിക്കോസ് നമ്മൾ നേരിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ് അത്രയ്ക്കും ഫീൽ ചെയ്യൂല, പക്ഷെ ആ ഇമ്പാക്ട് സ്ക്രീനിലാണ് ഉണ്ടാവുന്നത്. ബിക്കോസ് ഹി ടോക്സ് വിത്ത് ഹിസ് ഐസിൽ സംഹൗ ഒരു മീനിങ്, ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞാൻ എസ്പെഷ്യലി കുറേയൊക്കെ അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ പെർഫോമൻസസിൽ നിന്നും ഒക്കെ. സോ അതാണ് ഞാൻ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ വിസ്മെര സംതിങ് അല്ലേ അത്. അപ്പോൾ ഞാൻ ജുവലറി ആഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഐ എം ലൈക്ക്
ഇത് വെയിറ്റ് ഇതെന്താണ് ഒരു ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന ഒരു ആഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ബിക്കോസ് സാധാരണ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീകളാണ് നെക്ലസ് ഇടുന്നതും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നത്. ഇത് ഞാൻ കാണുമ്പോൾ മോഹൻലാലിന്റെ എക്സ്പ്രഷൻസ് വെച്ച് നോക്കുമ്പോൾ യു റിയലി ഫീൽ ദറ്റ് ത്രിൽ. ഞാനത് എനിക്കിപ്പോഴും കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ഐ തിങ്ക് യെസ്റ്റർഡേ ഓൺലി ഐ സോ ഇറ്റ്. അതിങ്ങനെ വന്നപ്പോ അതിലൊരു ഷോട്ട് ഇല്ലേ ലാസ്റ്റിൽ ഇങ്ങനെ വലിയ നെക്ലസ് ഇട്ടിട്ട് ഒരു ലൈക്ക് ലിറ്ററലി ഗോസ് ലൈക്ക് ഹാ എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ നമുക്ക് എന്തൊരു ഭംഗിയാണ്. യുനോ ദാറ്റ് ഒരു ഫെമിനിറ്റി പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രേസ് വെൻ ഹി ഷോസ് ഹിസ് റിംഗ്, അതൊക്കെ എന്തു രസമായിരുന്നു. ആ ലാസ്റ്റില് പിന്നെ വന്നു കഴിഞ്ഞിട്ട് അത് സ്ഥിരം നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ ചിരി. ഓ മൈ ഗോഡ്, ഐ തിങ്ക് യു വിൽ ഫോൾ ഓൾ ഓവർ ഇൻ ലവ് വിത്ത് ഹിം അഗൈൻ. അതുപോലെയാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സച്ച് എ ബ്യൂട്ടിഫുൾ ആഡ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.